السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒരു മഹത്തായ മജ്ലിസിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഥൻ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അഖ്താബുൽ അർബഅ, കുത്തുബകളുടെ കുത്തുബ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 4 മഹാന്മാരെ കുറിച്ചാണ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ശൈഖ് റിഫാഹി റളിയല്ലാഹു അൻഹു, ശൈഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ശൈഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അവർ ചെയ്ത ദീനി പ്രബോധനത്തെ കുറിച്ച് നമ്മൾ പരിധി നോക്കുകയാണെങ്കിൽ കേവലം ഒരു 5 മിനിറ്റ് കൊണ്ട് തീരാവുന്നതല്ല. അവർ എന്താണ് ഈ ദുനിയാവിൽ ചെയ്തത്? ലികുല്ലി വലിലഹുൻ ഖദമു വഇന്നി അലാ ഖദമുൻ നബിൽ ബദിരിൽ കമാലി. അതേ, അവർ ഈ ദുനിയാവിൽ ചെയ്തത് അമ്പിയാക്കൾ എന്തൊരു ഡ്യൂട്ടിയാണോ ചെയ്തത്, അതേ ഡ്യൂട്ടി തന്നെയാണ് അവർ ഈ ദുനിയാവിൽ ചെയ്തത്. സാധാരണക്കാരായ ജനങ്ങളെ, വൈപ്പിയച്ചു പോയ ജനങ്ങളെ അവരുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അവർ ചെയ്തത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നാം അവിടുത്തെ ജീവിതം പരിധി നോക്കുകയാണെങ്കിൽ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയൊരു ഉപദേശം എന്തെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പാഠം എന്തെന്ന് വെച്ചാൽ, സത്യത്തിന് പൊന്നിനേക്കാൾ വിലയുണ്ട് എന്നുള്ളതാണ്. ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കൽ മഹാനവരുടെ ഉമ്മ ബഗ്ദാദിലേക്ക് തന്റെ മകനെ ഇൽമു പഠിക്കാൻ വേണ്ടി അയക്കുകയാണ്. ആ സമയത്ത് ഒരു കൊള്ള സംഘം മഹാനവറുകളെ പിടിച്ചുകൂടുകയാണ്. മഹാനവറുകളുടെ ശരീരം ആസകലം പരിശോധിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും ലഭിച്ചില്ല. ആ സമയത്ത് ആ 16 അംഗമടങ്ങുന്ന കൊള്ള സംഘത്തിന്റെ തലവൻ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ വല്ലതും ഉണ്ടോ? ആ സമയത്ത് ആ ചോദ്യം കേട്ട ഉടനെ മഹാനവറുകൾ പറയുകയാണ്, എന്റെ അടുത്ത് അല്പം സ്വർണ്ണ നാണയങ്ങളുണ്ട്. ആ സമയത്ത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ തന്റെ വസ്ത്രത്തിൽ നെയ്തുവെച്ച രഹസ്യാരയിൽ നിന്ന് ആ സ്വർണ്ണ നാണയം എടുത്തു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ കൊള്ളത്തലവൻ അത്ഭുതപ്പെടുകയാണ്. ആ കൊള്ളത്തലവൻ ചോദിക്കുകയാണ്, എന്താണ് കുട്ടി നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? ആ സമയത്ത് ആ പൊന്നുമോൻ പറയുകയാണ്, എന്റെ ഉമ്മ പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് അയച്ചപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഉപദേശമായി തന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നതുപോലെ, ഖുലിൽ ഹഖ്ക വലൗ കാന മുറാ, കൈപ്പാണെങ്കിൽ പോലും നീ സത്യം മാത്രമേ പറയാവൂ. എത്ര വലിയ പാഠമാണ്, എത്ര വലിയ പാഠമാണ് അവിടുത്തെ ജീവിതത്തിലൂടെ നാം കാണിച്ചു തന്നത്. മഹാനായ റിഫാഹി ശൈഖിനെ കുറിച്ച് നമ്മൾ പരിധി നോക്കുകയാണെങ്കിൽ വളരെ വിനയത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു അവിടുന്ന് ജീവിച്ചിരുന്നത്. കേവലം ആളുകൾ നിസ്സാരമാക്കിയിരുന്ന ജീവികളെ പോലും വളരെ ബഹുമാനത്തോടെയും വളരെ സ്നേഹത്തോടു കൂടിയുമായിരുന്നു അതിനോട് പെരുമാറിയിരുന്നത്. മഹാനവറുകൾ തന്റെ വീട്ടിലേക്ക് കശാപുശാലയിൽ നിന്നുള്ള ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരികയും വീടിന്റെ ചുറ്റുഭാഗത്തുള്ള നായ്ക്കളെ വിളിച്ചു വരുത്തി അവർക്കത് ഭക്ഷിപ്പിക്കാൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ അതാ വീടിന്റെ ഉമ്മറപ്പടിയിൽ കാവലിരിക്കുകയാണ്. എന്തിനൊന്നോ മുഅ്മിനീങ്ങളെ,
ഏതെങ്കിലും മനുഷ്യർ കടന്നു വരികയാണെങ്കിൽ അവരുടെ കാലടിപ്പാദത്തിന്റെ സ്വരം ഈ നായ്ക്കൾ കേട്ടാൽ അവർ ഓടിപ്പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷണം അവിടുന്ന് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ചിന്തിച്ചു. അതാണ് മുഅ്മിനീങ്ങളെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. മറ്റു രണ്ട് മഹാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനായ ശൈഖ് ഇബ്രാഹിം അദ്ദുസൂഖി റളിയല്ലാഹു അൻഹു തന്റെ പ്രദേശത്ത് കീഴിലുള്ള ആളുകളോട് വളരെ ബഹുമാനത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്, വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. അവിടെ എന്ത് പ്രശ്നങ്ങളിലും മഹാനവറുകൾ കൃത്യമായി ഇടപെടുകയും നല്ല പരിഹാരങ്ങൾ നൽകുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. പ്രധാനപ്പെട്ട 4 കുത്തുബകളെ നമ്മൾ അവിടുത്തെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഒപ്പിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.